എനിക്ക് മമ്മൂട്ടിയെ വിശ്വാസം ആണ്. എനിക്ക് ഒരു സംശയമില്ലാത്ത വിശ്വാസമാണ്. അതെ, കാരണം ഞാൻ അനുഭവം കൊണ്ട് പഠിച്ചൊരു മനുഷ്യൻ. അതായത് 20-ാം നൂറ്റാണ്ടിൽ നിന്നിട്ട് സിനിമ കഴിഞ്ഞിട്ടാണ് CBI ഉണ്ടായത്. CBI ഞാൻ ആദ്യം എഴുതിയത് ഒരു പോലീസുകാരൻ്റെ കഥയായിരുന്നു. കഥയെല്ലാം ഞാൻ മമ്മൂട്ടിയെ പറഞ്ഞു കേൾപ്പിച്ചു. പുള്ളി വളരെ നിശബ്ദമായിട്ട് കഥയെല്ലാം കേട്ടതിന് ശേഷം ലാസ്റ്റ് ഒരു നല്ല കഥയാണ്, പക്ഷെ പോലീസ് വേണ്ട. അതുകൊണ്ട് പോലീസില്ലാതെ എങ്ങനെയാണ് കുറ്റാന്വേഷണം? സ്വാമി, ഞാൻ ആവനാഴി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരിക്കുക. അതായത് മാവൂർ മാസ്റ്ററുടെ നമുക്ക് മുഴുവനുണ്ട് ആവനാഴിയിൽ. അതിൻ്റെ മുകളിൽ സ്വാമി ട്രൈ ചെയ്തത് നടക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ ചെയ്യും. CBI അന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ CBIയുടെ ഫുൾഫോം പോലും അറിയില്ല. CBI എന്തിനാണ്? താൻ ആലോചിക്കുക, വേറെ റൈറ്റർ, വേറെ ക്രിയേറ്റർ, തിങ്ക് ബോർഡ്. ഞാനങ്ങനെ എറണാകുളത്തിൻ്റെ ഫ്രണ്ട്സ് വഴി CBIയിലെ ചില സുഹൃത്തുക്കളൊക്കെ പരിചയപ്പെട്ടു. ഞാൻ അവരോട് ചോദിച്ചു. അപ്പോൾ അവർ എന്നോട് ഒരു 4-5 റൗണ്ട് ഡിസ്കഷനിൽ CBIയുടെ മോഡസ് ഓപ്പറൻഡി, ഇത് CBIയുടെ തത്വങ്ങൾ, CBI ഏതിലാണ്, എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു ധാരണ എനിക്ക് ഉണ്ടാക്കി തന്നു. അത് കേട്ടപ്പോൾ ഐ വാസ് എക്സൈറ്റഡ്. കാരണം അതുവരെ ഞാൻ കേട്ട പോലീസിൻ്റെ കഥയല്ല CBIക്ക് പറയാനുള്ളത്. ഞാൻ അത് വെച്ചിട്ട് ഞാൻ റീകൺസ്ട്രക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അത് വെച്ച് ഡിസ്കസ് ചെയ്ത് ആദ്യം എൻ്റെ കഥയിലെ ഹീറോ ഒരു അലി ഇമ്രാൻ എന്നും പറഞ്ഞു. മമ്മൂട്ടി പറഞ്ഞു അത് വേണ്ട, കാരണം അത് വിശ്വസിക്കില്ലല്ലോ. ഇപ്പം നമുക്കൊരു കാര്യം അത് സ്വാമിയാക്കാം. ശരി, സ്വാമിയാക്കാന്നൊക്കെ പറഞ്ഞാൽ പുള്ളി എൻ്റെ മുമ്പിൽ അത് പറയുന്ന രീതി കേട്ടാൽ നമ്മൾ അന്തം കൊണ്ട് വിശ്വസിക്കുക. അതുപോലെ പുള്ളി എന്നെ പറഞ്ഞ് കണ്ടു. അങ്ങനെ ഞാൻ അറവായി, അത് യാതൊരു സംശയമില്ല. അത് കഴിഞ്ഞ് ഈ പുറത്തേക്ക് അറിയാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും നമ്മളെ ഡിസ്കറേജ് ചെയ്തു. സ്വാമി പോലീസാണ്, അന്വേഷിക്കാൻ പോകണം. എന്ത് സ്വാമി ചെയ്തു വയ്ക്കണം? 20-ാം നൂറ്റാണ്ട് തൊട്ടൊരു സിനിമ ചെയ്തിട്ട് ഇതേപോലെ ഒരു പോലീസുകാരൻ സ്വാമി വെച്ചിട്ട് സിനിമ ചെയ്താൽ പോകണം, അങ്ങനെയാണ് എങ്ങനെയാണെന്നും പറഞ്ഞ് എല്ലാ കോർണറിൽ നിന്നും എനിക്ക് ഡിസ്കറേജിങ് ആയിരുന്നു. ശരിക്കും എന്നെ പേടിപ്പിച്ചു എല്ലാവരും കൂടി. അപ്പോഴും ഞാൻ ചെന്ന് മമ്മൂട്ടിയോട് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ വല്ലാതെ ഡിസ്കറേജ് ചെയ്യുന്നുണ്ട് ആൾക്കാർ, ഞാൻ അവിടെ ഇരി, ആരെന്ത് വേണമെങ്കിലും പറയട്ടെ, ദിസ് വി ആർ ഡൂയിങ്. ഇപ്പോഴുള്ള പ്രൊഡ്യൂസർക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ തനിക്ക് 10 പ്രൊഡ്യൂസറെ തരാം, എന്ത് വേണമെങ്കിലും കാര്യമായി താൻ വിട്ടേക്കും, നമ്മളിത് ചെയ്യും. ചെയ്യുകയാണെങ്കിൽ ഇത് തന്നെ ചെയ്യും, ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. അത്ര കോൺഫിഡൻസും മോട്ടിവേഷനും എനിക്ക് തന്നാകണമെന്ന് നോക്കും. ഒരുപാട് പ്രാവശ്യം എന്നെ പല ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഞാൻ ചെയ്യും, ഞാൻ വിശ്വസിച്ച് ഞാൻ ചെയ്യുന്നു.